സൂചിപ്പിക്കാൻ. നമുക്കറിയാം, ഈ ഒരു പ്രതികൂല കാലാവസ്ഥയിലും ഒരുപാട് പ്രയാസപ്പെട്ടിട്ടാണ് നമ്മൾ ഓരോരുത്തരും ഇന്ന് ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. ഒരു രക്ഷിതാവ് എന്ന നിലയ്ക്ക് നമ്മളൊക്കെ ജീവിക്കുന്നതും നമ്മളൊക്കെ ചിന്തിക്കുന്നതും നമ്മളെ സമ്പാദ്യത്തിൻ്റെ ഭൂരിഭാഗവും ചെലവഴിക്കുന്നതൊക്കെ നമ്മുടെ കുടുംബത്തിന്, മക്കൾക്ക് വേണ്ടി ഒക്കെ ആയിരിക്കും. മക്കളുടെ ഭാവി ജീവിതം, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ പുരോഗമനമൊക്കെ ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ അക്കാദമി ആണെങ്കിലും മറ്റുള്ള സ്ഥാപനങ്ങളിലാണെങ്കിലും ഒക്കെ നമ്മൾ ചേർക്കുന്നത്. ഓരോ രക്ഷിതാക്കളും ഏറ്റവും കൂടുതൽ ഇന്ന് ആശങ്കപ്പെടുന്നതും മക്കളെക്കുറിച്ച് തന്നെയാണ്. അധ്യാപകൻ എന്ന നിലക്ക് ചില അനുഭവങ്ങളും കൂടെ ഞാൻ പങ്കുവെച്ച ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കുന്നതാണ്. കാരണം ഇനിയിപ്പോൾ അവധിക്കാലം കഴിഞ്ഞു, ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ പുതിയ അധ്യയന വർഷം ആരംഭിക്കുകയാണ്. നമ്മുടെ മക്കളുടെ പുതിയ ക്ലാസ്സുകളെക്കുറിച്ച്, പുതിയ ക്ലാസ് അധ്യാപകരെക്കുറിച്ച്, കൂട്ടുകെട്ടിനെക്കുറിച്ച്, ഇനി ഭാവിയിൽ ഇന്ന മേഖലയിൽ വിട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇന്ന സ്ഥാപനത്തിൽ ചേർത്ത് കഴിഞ്ഞാൽ അവരുടെ ഭാവി എന്താകും എന്നൊക്കെ നമ്മൾ ഓരോ നിമിഷവും ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ നമ്മൾ വീട്ടിലുള്ള ചെറിയ കുട്ടികളെ കുറിച്ചിട്ടും നമ്മൾ ആലോചിക്കുന്നുണ്ടാവും ഉമ്മമാർ. കാരണം അവരുടെ മനസ്സ് ഒരു പക്ഷേ മുഴുവനും അവിടെ ആയിരിക്കും. അത് ഒരു മനുഷ്യനായ അങ്ങനെ തൻ്റെ മക്കളെ കുറിച്ചായിരിക്കും ഏറ്റവും കൂടുതൽ ആലോചിച്ചു കൊണ്ടിരിക്കുക. ഈ മക്കൾ നന്നാവണം, അവരുടെ പുരോഗമനം എന്നും മികച്ചതായിരിക്കണം, മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായിരിക്കണം എന്ന് തന്നെയാണ് ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. നമ്മളൊക്കെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് കുട്ടികളുടെ പഠനത്തിൽ അവരെല്ലാവരും A+കാരായിരിക്കണം. ഇപ്പോൾ SSLC റിസൾട്ട് വന്നു, +2ൻ്റെ റിസൾട്ട് കാത്തിരിക്കുന്ന രക്ഷിതാക്കളാണ് പലരും. SSLCയിൽ ഏതൊരു കുട്ടിയോടും ചോദിക്കുക എത്ര A+കൾ ഉണ്ടായിരുന്നുള്ളതാണ്. കുട്ടികളൊക്കെ ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്. ഓരോ വിഷയങ്ങളിലും കൂടുതൽ A+ വാങ്ങി +1 ഏറ്റവും നല്ല ഒരു സ്കൂളിൽ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ അഡ്മിഷൻ കിട്ടണമെന്നാണ്. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടതും തിരിച്ചറിയേണ്ടതും A+കൾ ഒരിക്കലും കേവലം പരീക്ഷകളിലോ മാർക്കുകളിലോ ആക്കി മാത്രം മാറ്റാൻ നമ്മൾ അനുവദിക്കരുത്. അതിനപ്പുറം മാതാപിതാക്കളോടുള്ള പെരുമാറ്റത്തിൽ, സമൂഹത്തിനോടുള്ള ഒരു അവരുടെ കമ്മിറ്റ്മെൻറ്റുകളിൽ, അതേപോലെ അധ്യാപകരോടുള്ള കടപ്പാടുകളിൽ, ഇതിലൊക്കെ അവർ A+കാരായിരിക്കണം. അപ്പോഴാണ് ഒരു കുട്ടി ഉപകാരപ്പെടുന്ന, അതല്ലെങ്കിൽ നമ്മളുടെ ആ ഉദ്യാനത്തിന് നമുക്ക് ഫലമുണ്ടായി എന്ന് നമുക്ക് അവകാശപ്പെടാൻ പറ്റുള്ളൂ. ആ രീതിയിലേക്ക് നമ്മൾ എല്ലാ മേഖലയിലും A+കാരാക്കി മാറ്റാൻ നമ്മൾ ശ്രമിക്കണം. ഇന്ന് നമുക്കറിയാം, ലഹരി ഇങ്ങനെ വലവീശിക്കൊണ്ടിരിക്കുകയാണ്. ലഹരി മാഫിയകളൊക്കെ അവരുടെ ഒരു ഏറ്റവും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൈമാറ്റം നടത്താൻ വേണ്ടി കാണുന്ന ഒരു കേന്ദ്രമായിട്ട് ഇന്ന് വിദ്യാലയങ്ങളെ കണ്ടുകൊണ്ടിരിക്കുക യാഥാർത്ഥ്യമാണ്. ഞാനൊരു ഹൈസ്കൂൾ അധ്യാപകനാണ്. അപ്പോൾ നമ്മളൊക്കെ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളാണ്. പരിമിതികൾ ഒരുപാടുണ്ട് നമുക്കിതിൽ ഇടപെടാനും ഇതിന് പരിഹാരം കണ്ടെത്താനൊക്കെ. കാരണം നിയമങ്ങളാൽ ഞങ്ങളൊക്കെ ഇങ്ങനെ മൂടപ്പെട്ടിരിക്കുകയാണ്. നമ്മളൊരു കുട്ടിയെ ശിക്ഷിക്കാൻ പാടില്ല, അതല്ലെങ്കിൽ ഉപദേശിക്കാൻ പാടില്ല, ചെറിയ രീതിയിലുള്ള നിർദ്ദേശങ്ങൾ, അതൊക്കെ മറ്റു പല രീതിയിലും വരുമ്പോൾ നമ്മളൊക്കെ അതിൽ നിന്ന് ഒരു പക്ഷേ പിന്മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നല്ല നമ്മൾ ഗ്രൂപ്പിലുണ്ടായിരുന്നു, സാറ് സൂചിപ്പിച്ചിരുന്നു, രക്ഷിതാക്കളും കുട്ടികളുടെ ഭാവിയും എന്നൊരു വിഷയം. ഇപ്പോൾ കുട്ടികളിലുണ്ടാകുന്ന വികൃതികളും കുസൃതികളും ഒരിക്കലും കുട്ടിയുടെ മാത്രം ഒരു പോരായ്മയായിട്ട് നമ്മൾ കാണരുത്. ഞാൻ മനസ്സിലാക്കുന്നത്, ഒരു കുട്ടിക്ക് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് നമ്മുടെയൊക്കെ വിവാഹത്തിന് മുമ്പാണ്. കാരണം ഒരു പുരുഷനാണെങ്കിൽ ആ കുട്ടിക്ക് ഏറ്റവും നല്ല ഒരു ഉമ്മയെ കൊടുക്കണം, ഒരു മാതാവിനെ കൊടുക്കണം, ഒരു അമ്മയെ കൊടുക്കണം. തിരിച്ചു ഒരു അമ്മയാണെങ്കിൽ ആ കുട്ടിക്ക് ഏറ്റവും നല്ല ഗിഫ്റ്റായിട്ട് നല്ല മാതൃകാ പുരുഷനായിട്ടുള്ള ഒരു അച്ഛനെ കൊടുക്കണം, ഒരു പിതാവിനെ കൊടുക്കണം. അവിടെ മുതൽ നമ്മുടെ കുട്ടിയുടെ ഭാവിയെ ബാധിക്കുന്ന വിഷയങ്ങൾ ആരംഭിക്കുകയാണ്. ഒരിക്കൽ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് ഒരാൾ വന്ന് തൻ്റെ മകൻ്റെ അനുസരണക്കേടിനെ കുറിച്ച് പരാതി പറയാണ്. അങ്ങനെ മകനെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു. കൊണ്ടുവന്നപ്പോൾ മകനോട് വളരെ വളരെ ശാസിച്ചു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു.
പിതാവിനോടുള്ള കടപ്പാടുകളെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്തു. ശേഷം ആ കുട്ടി അമീറുൽ മുഅ്മിനീനോട് ചോദിച്ചു, അല്ലയോ അമീറുൽ മുഅ്മിനീൻ, തിരിച്ചും പിതാവിന് മക്കളോടും കടമകളില്ല, അതൊന്നും എനിക്ക് പറഞ്ഞു തരുമെന്ന് ചോദിച്ചപ്പോൾ 3 കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. അതിലൊന്ന്, ഒരു പിതാവ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് കുട്ടികൾക്ക് നല്ല ഒരു മാതാവിനെ സമ്മാനിക്കുക എന്നുള്ളതാണ്. രണ്ടാമത് ഏറ്റവും നല്ലൊരു പേര് നിർദ്ദേശിക്കുക എന്നുള്ളതാണ്. നമ്മളൊക്കെ ഒരു കുട്ടിക്ക് പേരിടാൻ വേണ്ടി എത്ര ദിവസം കാത്തിരിക്കും. ഇപ്പോൾ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ പേരില്ലാതെ തിരിച്ചു വന്ന് മുഹമ്മദ് അല്ലെങ്കിൽ ബ്ലാങ്ക് ആയിട്ട് കൊടുക്കണം, നോ നെയിം എന്ന് കൊടുത്തിട്ട്. പിന്നീട് ദിവസങ്ങൾക്ക് ശേഷം ആലോചിച്ച് ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ഇതൊക്കെ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് നമ്മൾ ചിന്തിക്കുന്നത് മുഴുവൻ നമ്മുടെ മക്കളെ കുറിച്ചാണ്, അവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ രണ്ടാമത് പറഞ്ഞത് ഏറ്റവും നല്ലൊരു പേര് കൊടുക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ കുട്ടി മറുപടി പറയുകയാണ്, ഈ 3 കാര്യങ്ങളും എനിക്ക് ലഭിച്ചിട്ടില്ല. കാരണം എൻ്റെ മാതാവ് ഒരു മജൂസിയായ സ്ത്രീയാണ്, അഗ്നിയെ ആരാധിക്കുന്ന ഒരു സ്ത്രീയാണ്. എനിക്കത് നല്ലൊരു മാതാവിനെ ലഭ്യമായിട്ടില്ല. രണ്ടാമത്തത്, എൻ്റെ പേര് ജുഅല് അഥവാ വണ്ട് എന്നർത്ഥം വരുന്ന ഒരു പേരാണ് എൻ്റെ ഉപ്പ എനിക്ക് ഇട്ടിട്ടുള്ളത്. ഒരു നല്ല പേരായിട്ട് എനിക്ക് അത് തോന്നുന്നില്ല. മൂന്നാമത്, ഒരായത്തല്ല ഒരു ഹർഫ് പോലും ഖുർആനിൽ നിന്ന് എന്നെ പഠിപ്പിക്കാൻ തയ്യാറായിട്ടില്ല എന്ന് ആ കുട്ടി പറയുമ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞു, ആ കുട്ടി അനുസരണക്കേട് കാണിക്കുന്നതിന് മുമ്പ് നിങ്ങൾ അദ്ദേഹത്തോട് കാണിച്ചു എന്ന് പറഞ്ഞ് തിരിച്ചയക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ നിർവഹിച്ചോ എന്ന് ഉറപ്പ് വരുത്തണം. നമ്മളെ മക്കൾക്ക് വേണ്ടി നമ്മൾ സദാസമയം പ്രയത്നിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ട പല കാര്യങ്ങളും അവരെ സൽസ്വഭാവികളായിട്ട് നമ്മൾ വളർത്തേണ്ടതുണ്ട്. കൂട്ടുകെട്ടിനെ കുറിച്ച്, മൊബൈൽ ഫോണിനെ കുറിച്ച്. കാരണം 10ാം ക്ലാസ്സിലടക്കം നമ്മൾ പേരൻസ് മീറ്റിങ്ങിന് ഇരിക്കുമ്പോൾ പിന്നെ കൊച്ചു കുട്ടികളെ രക്ഷിതാക്കൾ വന്ന് പറയുമ്പോഴാണ് നമ്മളോട് പറയും, മാഷെ മൊബൈൽ ഗെയിമാണ് ഫുൾ ടൈം, അങ്ങനെ മാഷൊന്ന് പറയുക എന്നുള്ളത്. ഈ രക്ഷിതാക്കൾക്ക് പറയാൻ പേടിയാണ്. കാരണം അവർ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പല രക്ഷിതാക്കളും ഇന്ന് മക്കളെ ഭയന്നിട്ടാണ് ജീവിക്കുന്നത്. യാഥാർത്ഥ്യമാണ്, ഞാൻ വെറുതെ പറയല്ല. ഇപ്പോൾ ഒരു പക്ഷേ നമ്മളെ മക്കൾ ചെറുതാണെങ്കിൽ UP സ്കൂളിലും LP സ്കൂളിലും പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഭാവിയിൽ അങ്ങനെയാണ്. മൊബൈൽ ഫോൺ കിട്ടിയിട്ടില്ലെങ്കിൽ അവരുടെ പെരുമാറ്റത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാകും. അപ്പോൾ ഇതൊക്കെ നിയന്ത്രിച്ച് ഏറ്റവും നല്ല മക്കളാകാൻ വേണ്ടി അവരെ കൂടെ അവരുടെ ഫ്രണ്ടായിക്കൊണ്ട്, അതല്ലെങ്കിൽ പിന്നെ ഒരു പിന്നെ കൂട്ടുകാരനെ പോലെ നമ്മൾ അവരോടൊപ്പം ഒരുമിച്ച് കഴിഞ്ഞാൽ മാത്രമാണ് കുട്ടികൾ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ അടുത്ത് വന്ന് പങ്കുവെക്കുകയുള്ളൂ, പോരായ്മകൾ നമുക്ക് പരിഹരിക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ നോക്കൂ, ഇവിടെ ഞാൻ യഥാർത്ഥത്തിൽ ഇവിടുത്തെ ഒരു പഠിതാവ് കൂടിയാണ്. നേരത്തെ സാറ് സൂചിപ്പിച്ചു, ഇവിടെ ഞാൻ പരിശീലനത്തിന് വരുന്ന ഒരു വ്യക്തി കൂടിയാണ്. ആ ഒരു പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ പിന്നെ എൻ്റെ മക്കളെ ഇങ്ങോട്ട് പറഞ്ഞയച്ചിട്ടുള്ളത്. ആദ്യത്തെ 2-3 ദിവസം ഞാൻ എന്നെ കൊണ്ടുവന്ന് ആക്കി കൊടുത്തു. പിന്നീട് ഞാൻ അവർക്ക് ബസ് സ്റ്റോപ്പും കാണിച്ചു കൊടുത്തു. ബസ്സിനും പുലാമന്തോൾ എന്നുള്ള ബസ് കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ തന്നെ കയറിക്കോളൂ. കാരണം നെടുങ്കോട്ടോട് നിന്ന് വളാഞ്ചേരിയിൽ നിന്ന് വരുന്ന ബസ്സാണ്, കയറണമെന്ന് പറഞ്ഞു. ഒരാൾ 3ാം ക്ലാസ്സുകാരനാണ്, ഒരാൾ 5ാം ക്ലാസ്സുകാരനാണ്. പിന്നെ ജ്യേഷ്ഠനൊരു മകനും 5ാം ക്ലാസ്സുകാരനാണ്. ഇവർ സ്വയം വരുന്നു, തിരിച്ചു പോകുന്നു. അപ്പോൾ പിന്നെ ആദ്യം 15 രൂപ വാങ്ങി, പിന്നെ 10 രൂപ കൊടുത്ത്, ഞാൻ പറഞ്ഞു 10 രൂപ കൊടുത്താമെന്നൊക്കെ പറഞ്ഞിട്ട് കാരണം ഞാനിതിൽ മനസ്സിലാക്കുന്നത് പിന്നെ അവർ സ്വയം എന്ത് ചെയ്യട്ടെ, ഇനി കുറച്ച് അപ്പുറത്ത് പോയി ബസ് ഇറങ്ങിയാലും അവിടെ ഇറങ്ങിയാലും അവർ കണ്ടെത്തട്ട സ്ഥാപനം. അതിലൂടെ ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് മാത്രമല്ല, അതിനപ്പുറം അവർ കുറേ മെച്ചുവേർഡ് ആവാണ്ട് ആ രീതിയിലുള്ളൊരു സ്കില്ലൊക്കെ അവർക്ക് വളർന്നു വരട്ടെ എന്ന് കരുതിയിട്ട് തന്നെയാണ് ഞാൻ പിന്നീട് അവരും ചെയ്തത്. ഇത്രയും ദിവസം അവർ പിന്നെ ബസ്സിനാണ് വന്നത്. അങ്ങനെ ബസ് കണ്ടക്ടർ ജീവനക്കാരോട് വളരെ വലിയ ബന്ധം വന്ന അവസാനം പിന്നെ അവർ മിഠായി കൊടുക്കൽ തുടങ്ങി, സംസാരം തുടങ്ങി, വാട്സപ്പിലൂടെ അങ്ങനെയൊക്കെയുള്ള വാട്സപ്പിലൂടെ, വീട്ടിലെ വാട്സപ്പല്ല, പക്ഷേ പിന്നെ അദ്ദേഹം ഇങ്ങനെ ചില വോയിസുകൾ മറ്റുള്ളവർക്ക് വേണ്ടി കുട്ടികളല്ലേ കമൻറ്റ് പറയാനൊക്കെ പറയുമ്പോൾ അങ്ങനെയൊക്കെ ഒരു ബന്ധം വരാൻ തുടങ്ങി. ഞാനതൊക്കെ ഒരു പോസിറ്റീവായിട്ട് കാണും. എന്തായാലും നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ അഹോരാത്രം പ്രയത്നിക്കണം, പ്രാർത്ഥിക്കണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ഒരു സ്ഥാപനം ഇവിടെ നിലനിർത്തേണ്ടത് നമ്മുടെ ആവശ്യമാണ്. കാരണം പിന്നെ മടി എന്നുള്ളത് മാറി. ഞാൻ പിന്നെ വെറുതെ പറയല്ല, ഇവിടെ വന്നിട്ട് കുട്ടികൾക്ക് ഓരോ ദിവസവും അവർ ആവേശമാണ്. സ്കൂളിൽ പോകുന്നത് പോലെയല്ല, അവർക്കൊരു പ്രയാസം ഉണ്ടായിരുന്നത് വൈകുന്നേരം കളി നഷ്ടപ്പെടുമെന്നാണ്. പക്ഷേ അതിനേക്കാളും രസകരമായിട്ട് ഇവിടെ തോന്നിയപ്പോൾ ഇങ്ങോട്ട് വരാനായിരുന്നു താല്പര്യം. അങ്ങനെ അതുകൊണ്ടാണ് പിന്നെ അവരെന്ത് ചെയ്യുന്നത് ആ രീതിയിൽ കൃത്യമായിട്ട് വന്നതും. എന്തുകൊണ്ടും പൂർണ്ണമായിട്ടും രക്ഷിതാവ് എന്ന നിലക്ക് മക്കളെ ഇവിടെ ചേർത്തിയതിൽ തൃപ്തനാണ്. തുടർന്നുള്ള സഹകരണങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിന് നേതൃത്വം നൽകിയ പ്രിയപ്പെട്ട ഫൈസൽ സർ, അദ്ദേഹമൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ കുട്ടികളെ എല്ലാ വിധത്തിലും നമ്മളെ പിന്നെ പ്രോത്സാഹിപ്പിക്കും. ഞാനൊക്കെ നേരത്തെ
പഠിതാവാണെന്ന് പറഞ്ഞു. ഇവിടെ വന്നതിന് ശേഷമാണ് ഇപ്പോൾ AC ഫിറ്റ് ചെയ്തത്. മാറ്റങ്ങൾ ഉണ്ടായതാണ്. നമ്മുടെ TV ആണെങ്കിലും അതുപോലെ പല മാറ്റങ്ങളും ഇവിടെ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഓരോ ദിവസങ്ങളും മാറ്റങ്ങളാണെങ്കിലും ഇത്തരത്തിലുള്ളൊരു സ്ഥാപനം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സ്കൂളുകളിലൊക്കെ കലോത്സവത്തിൽ കുട്ടികൾ പങ്കെടുക്കുക, ഏതെങ്കിലും ഇപ്പോൾ മാപ്പിളപ്പാട്ടാണെങ്കിൽ ഒരു സ്കൂളിൽ നിന്ന് ഒരു കുട്ടി മാത്രമാണ് സബ് ജില്ലയിൽ പങ്കെടുക്കുക, അതല്ലെങ്കിൽ 2 കുട്ടികൾ, ബാക്കി 1000-2000 കുട്ടികളുടെ സ്കൂളിൽ ബാക്കിയുള്ള അവസരമില്ല. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നിരന്തരമായിട്ട് നമുക്ക് നമ്മുടെ കുട്ടികളുടെ മുമ്പിൽ മൈക്കുണ്ട്, അവസരമുണ്ട്. ഇതൊരു പരിശീലന കേന്ദ്രമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു നേട്ടങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകം ഫൈസൽ സാറെ പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും.